പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം നോക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം നോക്കുന്നെല്ലാരും സർവ്വത്തിലെല്ലാവരും ചെല്ലുവാണ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം നോക്കുന്നെല്ലാരും ആത്മാവിൻ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ തുഴയോരം തന്നിൽ സ്തുതി പാടി പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം നോക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം നോക്കുന്നെല്ലാരും. ഉടമ്പടി ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഈ പുതിയ ജീവിതത്തിൽ പുരോഗമിക്കുന്നവർക്കുമാണ് ഈ ഉടമ്പടി ധ്യാനം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉടമ്പടി വർക്കൗട്ടാകാൻ വേണ്ടി അതിൻ്റെ ചില നോ ഹൗ, അതായത് ചില അറിവ് സൂത്രങ്ങൾ ആണ് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ സംക്ഷിപ്തം, അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഡൈനാമിസം അല്ലെങ്കിൽ മെക്കാനിസം, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഇഫക്റ്റിലേക്ക് ഉടമ്പടി വരുന്നത്. ഉടമ്പടി എന്താണ് ബേസിക്കായിട്ട്, അങ്ങനെയുള്ള ഉടമ്പടി ജ്ഞാനങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ മറ്റ് ശാസ്ത്രീയ പുസ്തകങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കുന്ന പോലെയാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത്. ഇവിടെ ഇമോഷന് വലിയ പ്രാധാന്യമില്ല. നമുക്ക് പക്ഷേ ഉള്ളൊരു അവസ്ഥ, നമ്മൾ വൈകാരികമായ രീതിയിൽ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ്. 50 കൊല്ലം കരിസ്മാറ്റിസം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ കരിസ്മാറ്റിസത്തിലും തന്നെയല്ല കാത്തലിക് പ്രേയേഴ്സിലുമൊക്കെ വൈകാരിക അംശമുണ്ട്. കരിസ്മാറ്റിസത്തിൽ കുറച്ചുകൂടി വൈകാരികതയ്ക്ക് മുൻകൈയുണ്ട്. അങ്ങനെ ഒരു ഫോർമാറ്റിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ പെട്ടെന്ന് ഡിഫോർമാറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സാവകാശം വേണം. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ബുദ്ധിപരമായ ഒരു നിക്ഷേപമാണ്. അവിടെ വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ ഈ വൈകാരിക പ്രാധാന്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷൻസിന് പ്രാധാന്യമില്ല. പക്ഷേ ലവ് അതിൻ്റെ ജെന്യുവിൻ തലങ്ങളിൽ ആണ് ഇവിടെ പ്രയോഗിക്കുന്നത്. സ്നേഹമാണ് ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിലെ സ്പിരിറ്റ് ലവാണ്, ലവ് ഓഫ് ഗോഡാണ് ഇതിൻ്റെ സ്പിരിറ്റ്. പക്ഷേ അതിൻ്റെ ജെന്യുവിൻ ഫോമാണ്. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ അതിൻ്റെ ക്രീമി ആയിട്ടുള്ള അവസ്ഥകൾക്ക് വലിയ വിറ്റാമിൻസ് ഒന്നുമില്ല, ഷുഗർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉടമ്പടിക്കില്ല. ഉടമ്പടി എപ്പോഴും അതിൻ്റെ മിനറൽസിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നമ്മളുടെ വൈകാരികമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ട് ഉണ്ടാകത്തില്ല. അത് നമുക്ക് വികാരം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ടില്ല. ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഗലാത്യർ 5:6 ഗലാത്യർ 5:6. അതായത്
സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ ഏറ്റു പറഞ്ഞേ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ വിശ്വാസമാണ് സുപ്രധാനം എന്നല്ല പറയണത്. ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. അതാണൊരു വ്യത്യാസം. വിശ്വാസമാണ് സുപ്രധാനമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. പിന്നെ എന്താണ് സുപ്രധാനം? അത് ഗലാത്യർ 5:6 അതായത് സ്നേഹത്താൽ പറഞ്ഞേ, സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഇപ്പം വിശ്വാസമാണ്, പക്ഷേ അത് പ്രവർത്തന നിരതമായിരിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്. ആരോട്? ദൈവത്തോട്, മനുഷ്യനോട്. ദൈവത്തോടും മനുഷ്യനോടുള്ള ഈ ലവ് ലെവലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കും. അതുകൊണ്ട് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉടമ്പടി സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഈ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് സ്നേഹത്താലാണ് പ്രവർത്തനം നിരതമാണെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമത്. ഇതെല്ലാം ടാഞ്ചിബിളാണ്, കോൺക്രീറ്റായിട്ട് ടാഞ്ചിബിളാണ്. നിങ്ങളുടെ വിശ്വാസം സ്നേഹത്താലാണ് പ്രവർത്തന നിരതമെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും. കാര്യം അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും, വേഗത കൂടും. അതിപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലെല്ലാം പ്രത്യേകിച്ച് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈശോ വേഗതയെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ ബേസിക്കായിട്ട് ക്രിസ്ത്യൻസ് ഫെയ്ത്ത് എന്താണ്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ആക്ഷൻസും നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കൊരു കേവല പ്രവർത്തനമില്ല. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് കണ്ണട കൊടുക്കുന്നുണ്ട്, ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇല്ല, ഓരോരോ മതക്കാരും ഓരോരോ പ്രസ്ഥാനക്കാരും ഓരോരോ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെയാണ് ആ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ വർക്ക് ആ വർക്ക് ഫോർ ദ സേക്ക് ഓഫ് വർക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നമുക്ക് വർക്ക് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ രോഗികളെ പോയി കാണുന്നു. ഉടമ്പടിയിൽ അങ്ങനെ കുറേ വർക്കില്ലേ? ഉടമ്പടി മുഴുവനും വർക്കാണല്ലോ. നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാനിത് ചെയ്യുന്നത് ഉടമ്പടിയുടെ പ്രീകൺസിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ, അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണോ, അതോ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ? ഇത് തമ്മിൽ തിരിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ, അതോ ഉടമ്പടി ആലപ്പുഴപ്പ് എടുത്തത് കാരണം അതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണോ എന്ന് ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് കറക്റ്റ് ഉത്തരം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരെ കണ്ടാൽ അറിയാൻ പറ്റും. നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് രോഗികളെ പോയി കാണുന്നത്, പരസ്യമൊക്കെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണതെന്ന് പറയാം നമുക്ക്. പക്ഷേ അത് മിക്കവാറും അക്കൗണ്ടബിൾ ആകത്തില്ല. അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡുണ്ട്. പറഞ്ഞ മനസ്സിലായി? പുനരുത്ഥാനവും സ്പീഡും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പുനരുത്ഥാനത്തിനാണ് നീ സാക്ഷ്യം വഹിക്കണമെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സ്പീഡുണ്ട്. കാരണം പുനരുത്ഥാനം എല്ലാം സ്പീഡാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് സാക്ഷ്യമാണ്, പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യം അപ്പോസ്തലന്മാർ സ്പീഡിലാണ് ചെയ്യണത്. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നും പറഞ്ഞ് മഴയും മാറി വെയിലും വരട്ടെ,
വെയിൽ മാറി മഞ്ഞ് വരട്ടെ, മഞ്ഞ് പോകുമ്പോൾ ശരീരം നാടൊന്ന് ചൂടാകട്ടെ, ഇങ്ങനെ ഓരോരോ വകുപ്പ് പറഞ്ഞിട്ട് അറച്ചറച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ. യു ആർ നോട്ട് ആക്ച്വലി വിറ്റ്നസിങ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. അത് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അറച്ചറച്ചാണ് ഓരോ ചെയ്യണത്. ഇന്ന് വെയിലല്ലേ, ഇപ്പോൾ ചിലക്കര കുളിക്കാൻ പോയി നിൽക്കത്തില്ലേ, അപ്പോൾ വെള്ളത്തെ തൊട്ട് നോക്കി എന്നിട്ട് കൈ കുടഞ്ഞ് ചൂടാണ് തണുപ്പാണോ നോക്കിയിട്ട് അങ്ങനെ നോക്കി അറച്ചറച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് വിറ്റ്നസിങ് ജീസസ്. അതായത് ഈ മത്തായി ശ്ലീഹ 28:7 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മത്തായി 28:7 അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ എന്താ ആ വചനം ഒന്ന് വായിച്ചേ, മത്തായി ശ്ലീഹ 28:7 ഒന്ന് വായിച്ചേ. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. ഒന്നേറ്റ് പറഞ്ഞ അവൻ വന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യേശു സ്പീഡിലാണ് പോണത്. കാര്യം നിങ്ങൾക്ക് മുമ്പേ പോകുന്നില്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ പോകും. പക്ഷേ അതിനോട് കോമ്പറ്റീറ്റീവായിട്ടൊരു സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് പറയണത്. പുനരുത്ഥാനത്തിൻ്റെ സ്പീഡ് അതാണ്. എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികളെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉടമ്പടി വർക്ക് ചെയ്യണത് അത് എപ്പോഴും വർക്ക് ചെയ്യണത് പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലാതെ ചൊല്ലലിലൂടെയല്ല. നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു 2000 കൊല്ലങ്ങളായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചൊല്ലുന്നതിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം അതാണ്. അതായത് ഇതിനൊരു മിനിമം സ്പീഡുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആക്ഷനുണ്ട്. മിനിമം സ്പീഡ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ ഇതെല്ലാം പുനരുദ്ധാനത്തിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. മിനിമം സ്പീഡ് യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, കാര്യം നമുക്ക് മുമ്പെയാണ് പോണത്. പക്ഷേ അതിൻ്റെ ഒപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം ചെല്ലാൻ പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കാവുന്ന കണ്ടു. ഇപ്പോൾ ചില ചേച്ചിമാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഒരു മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് വരുമാനമില്ല. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി. എന്താ വരുമാനം കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ അത് ക്ലീൻ ചെയ്യാനുള്ള, ഒരു മുറി ക്ലീൻ ചെയ്യാനുള്ള വരുമാനം കിട്ടി. പക്ഷേ എന്നാ ചെയ്തിരിക്കണവർ, അവരിപ്പോൾ 11 ഫ്ലാറ്റാണ് വർക്ക് ചെയ്യണത്. 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് 11 ഫ്ലാറ്റ് രാവിലെ മുതൽ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെ 11 ഫ്ലാറ്റ് ക്ലീൻ ചെയ്യും. 11 ഫ്ലാറ്റ് മുറികൾ ക്ലീൻ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ഇത്ര രൂപയെന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അവിടെ കടങ്ങളെല്ലാം പരിഹരിച്ചു. ദാറ്റ് മീൻസ് അവർക്കുള്ള ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവർ സ്പീഡപ്പ് ചെയ്തിട്ട് 11 ഫ്ലാറ്റിലെ 12 മണിക്കൂർ കൊണ്ട് ഓടി മാറ്റുകയും അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്പീഡാണ് നമ്മൾ ഭൗതിക ജീവിതത്തിൽ കാണിക്കണ ഇതേ സ്പീഡ് തന്നെ പുനരുദ്ധാനത്തിലേക്ക് വരണം. ക്രിസ്തുവിന് തോന്നണം നമ്മൾ ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. വെദർ നിങ്ങൾ ക്രിസ്ത്യനാണോ, CSI ആണോ, മർത്തോമയാണോ, നോൺ ക്രിസ്ത്യൻ ആണോ, ഇതൊന്നും ക്രിസ്തുവിന് പ്രശ്നമല്ല. ക്രിസ്തുവിന് അറിയേണ്ടത് നിങ്ങൾ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് വിഷയം. പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ജീവിതം കൊണ്ട്? അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ആ സ്പീഡ് ഉണ്ടാവും. അല്ലെങ്കിൽ 5 പത്രം ഇന്ന് കൊടുത്ത്
ഞാൻ എന്തുകൊണ്ടാണ് ഈ കൃപാസനം പത്രം ഇത്രയേറെ കത്തി ലോകം മുഴുവൻ പടർന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊക്കെ പോയിരിക്കണ 80,000 പത്രമാണ്. നിങ്ങളൊന്ന് ചോദിക്കുക, എവിടെയല്ലേ കേരളത്തിൽ എവിടെ പോയി നോക്കിയാൽ ഒരാൾ പത്രം കൊണ്ട് നിൽക്കണ കാണാം. എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ ഞാൻ പട്ടം മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളേ, കർത്താവിനെ അടുത്തിരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറയണത്. എനിക്കൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണമെന്ന്, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ മിഷൻ ഉടുപ്പ് സ്വന്തമായിട്ട് എടുത്തിട്ടതാണത്. അല്ല, ഇത് ആരും എനിക്ക് തന്നതല്ല. ഞാനൊരു പാരിഷ് പ്രീസ്റ്റാണ്. ഞാൻ വെള്ള ഉടുപ്പൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത്. എനിക്ക് മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റായിട്ട് നമുക്ക് ബോധ്യങ്ങളുണ്ടാകണം. അതായത് നമ്മൾ ഒരു പട്ടം മേടിച്ചാൽ സ്വാഭാവികമായിട്ട് ഇടവക വികാരിക്ക് ആവശ്യത്തിനേറെ ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എക്സ്ട്രാ ജോലി മേടിച്ചത്. എക്സ്ട്രാ ഈ ആൾക്കാരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പ്രതിവിധി കാണാനും, പ്രതിവിധി കണ്ടില്ലേ കാണുന്നവരെ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാനും. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് കർത്താവ് എക്സ്ട്രാ ഗ്രേസ് തന്നത്. എൻ്റെ മക്കളെ ഓർക്കുക, നമുക്ക് ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ് എന്നതിൻ്റെ അർത്ഥം. അല്ല, വേറെ ഒരു അർത്ഥവുമില്ല. നിനക്ക് കടമാകാം, രോഗമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടറവാകാം. ദാറ്റ് മീൻസ് അത് നിന്നോട് പറയണത് യു നീഡ് എക്സ്ട്രാ പവർ, എക്സ്ട്രാ ഗ്രേസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴി അന്വേഷിച്ചാൽ മതി, വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു പുതിയ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ രീതിയാണെങ്കിൽ നമുക്ക് ഈ മലയാളിക്ക് എന്നാ പറ്റിയെന്നറിയാവോ? മലയാളിക്ക് പറ്റുന്ന മലയാളികളുടെ ജനിതകമായ കുറേ പ്രശ്നങ്ങളുണ്ട്. മലയാളിയുടെ ജനിതകമായ കുറേ തകരാറുണ്ട്. കാര്യം മലയാളി ആധ്യാത്മമായിട്ട് വളരാൻ ഭയങ്കര പാടാണ്. അഥവാ ഇനിയിപ്പോൾ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി കുറവാണ്. ഞാൻ ഇവരാരും അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് അത്രയ്ക്ക് എനിക്ക് ധാരണ ഇല്ലാത്ത ഒരാളാണ്. കാര്യം അതായത് 2000 വർഷം ഇവിടെ സഭ ജീവിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ക്വാളിറ്റി ഉണ്ടായാൽ പോരാ. അതാണ് വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസഹായം പിള്ളയുടെ ആ ക്വാളിറ്റി 10-50 കൊല്ലം സഭയിൽ സന്യാസ ജീവിതം നടത്തിയ അവർക്കില്ല. അതെന്താണ്? അത് ചോദ്യം മറുപടി പറയേണ്ടതാണ്. ദേവസഹായം പിള്ള 1 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ആ കൃപ എന്ന് പറയണതും ആ രക്തസാക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യത്തോട് അദ്ദേഹം മീനിങ് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നേടിയെടുത്ത കൃപ 50 കൊല്ലം സന്യാസ ജീവിതം സമർപ്പണ ജീവിതം ജീവിച്ച മറ്റു വിശുദ്ധന്മാർക്കുണ്ടോ എന്നുള്ളത് സഭ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണില്ല. പക്ഷേ അഭിപ്രായം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് പറയേണ്ടി വരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാഹചര്യത്തോടെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്. ഇപ്പം നിങ്ങളുടെ മക്കളുടെ IELTS അല്ലെങ്കിൽ നിങ്ങളുടെ IELTS വസ്തുവിക്കാത്ത കാര്യവും ജപ്തി പുരയിടത്തിൻ്റെ കാര്യവും ഒക്കെയാണ് എന്നോട് പറയണത്. പക്ഷേ അതിനെല്ലാം സമാധാനം ഈ ആൾക്കാരെ ഉണ്ടാവും. കാര്യം നമ്മുടെ ആൾക്കാരുടെ ചരിത്രം അതാണ്. 10,000-കണക്കിന് മനുഷ്യർ കണ്ണുനീരിട്ടിട്ട് എല്ലാവരും തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു ആൾക്കാരെയാണത്. അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയണത് നിങ്ങൾക്ക് ദൈവം ഒരു കൃപയെ ആർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഭൗതികമായ ആനുകൂല്യം നേടിയെടുക്കുന്ന മിനിമം പ്രോഗ്രാമാണ് നിൻ്റെ മക്കൾ ധരിച്ചു പോയാൽ നിങ്ങൾ തോറ്റെന്ന് ഞാൻ പറയും. എന്താ പ്രശ്നം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിനോട് സുവിശേഷ വിഹിതമായി പോസിറ്റീവ് റെസ്പോണ്ടിങ് നടത്തിയിട്ട് അതിലൂടെ ആർജിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് ദൈവം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ് അല്ല, ദൈവത്തിൻ്റെ കൃപയാകുന്ന ശക്തി തന്നെയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അത് നിന്റെ കൃപ വന്നു നിറയാനുള്ള സാഹചര്യമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നിങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മോഡാണ്. പുനരുദ്ധാനത്തിനാണ് നിങ്ങൾ സാക്ഷ്യം നൽകുന്നതെങ്കിൽ
ഉടമ്പടിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും അത് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ ഇറ്റ് മസ്റ്റ് കീപ്പ് എ മിനിമം സ്പീഡ്. അതിനൊരു സ്പീഡ് കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആയാലും ഇപ്പം അമ്മയായാലും നമുക്കറിയാം ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയായാലും കാര്യം ഇതിനൊരു അതറിയണമെങ്കിലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ലേ 1:39 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ മതി. ആ സെന്റൻസ് ഓക്കെയാണ്. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെന്റൻസ് ഓക്കെയാണ്. പക്ഷേ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അതെഴുതിയ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെന്റൻസ് ഓക്കെ ആണെങ്കിൽ തിടുക്കത്തിൽ എന്ന് കൂട്ടിച്ചേർക്കണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതികളെ. നിൻ കൃപയാലേ ബലമല്ല നിൻ ദയയാലേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നീശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് കണ്ടില്ലേ? ഇതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇതിന് ഇപ്പം മരിയ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങളെ പ്രയോഗിക്കണമെങ്കിലും അതിനും തിടുക്കമുണ്ട്, മിനിമം സ്പീഡുണ്ട്, മരിയ സ്പീഡുണ്ട്. ആ സെൻറ്റൻസ് പൂർത്തിയാകണത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്നാണ്. ഇത് തന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ വക. ഇപ്പം നമ്മൾ ലൂക്ക 1:39 സെൻറ്റ് മാത്യു 28:7 അടുപ്പിച്ച് വെച്ച് വായിച്ചാൽ മനസ്സിലാകും. പുനരുദ്ധാനത്തിൽ ക്രിസ്തുവിന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യണം, ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞ സ്പീഡാണ്. മനസ്സിലായില്ലേ? സ്പീഡാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് ഇപ്പം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സ്ലോയാണ്. ഇപ്പം 15 പത്രം മേടിച്ചാൽ 30 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ആൾക്കാരില്ലേ? അത് 15 പത്രം മേടിച്ചാൽ ഒരു ദിവസം ഒരെണ്ണം കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ മുടക്കില്ലല്ല, ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ഒരെണ്ണം കൊടുത്താൽ മതിയില്ല. അത് കൊടുത്തൊരെണ്ണം അവസാനിപ്പിച്ചു. പിന്നെ 5 എണ്ണം കൊണ്ട് പള്ളിയിൽ പോകും. എന്നിട്ട് എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എല്ലാവരും നോക്കി ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ ഇങ്ങോട്ട് വഴക്ക് കേൾക്കാതെ നിങ്ങളൊരു കാര്യം എപ്പോഴും ക്രിസ്തു എപ്പോഴും പറയുന്നൊരു വിഷയം എപ്പോഴും ക്രിസ്തു കമ്പാരിറ്റീവായിട്ടാണ് പറയണത്. എപ്പോഴും ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസനുണ്ട്. നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് മുമ്പേ. പക്ഷേ ആരെക്കുറിച്ചാണ് പറയണത്? വേശ്യകളും ചുങ്കക്കാരും എന്ന്. ഇതല്ലേ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഈ വെടിമരുന്നാണ് വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മോശം ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും. ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും. അതായത് ഇവിടെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, താരതമ്യം വെച്ചിട്ടുണ്ട്. ഈ താരതമ്യം എന്തുകൊണ്ട് വെച്ചിരിക്കണത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കാണ്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ നിർത്തപ്പെടുന്ന ഉറപ്പാണ്.
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾക്ക് മുമ്പേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 21:31. മത്തായി 21:31. മത്തായി 21:31. യേശു പറഞ്ഞു, യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ ഈ താരതമ്യം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ അയൽവാസികളുടെ വർക്കുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കും. അത് ഉറപ്പല്ലേ? ദൈവത്തെ അറിയാത്ത നിങ്ങളെ എഴുതിത്തള്ളിയ ആൾക്കാരുമായിട്ട് നാളെ നിങ്ങൾ കമ്പയർ ചെയ്യും ദൈവം. അത് നമുക്ക് വരാൻ പോകുന്ന അപകടമാണ്. നമ്മൾ ഈ അപകടത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം ഇപ്പം തന്നെ. കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ദൈവം കമ്പയർ ചെയ്യും, നമ്മളോട് കമ്പയർ ചെയ്യാൻ അനുവാദമില്ല. ഫിലിപ്പിയർ 4:2-3 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കമ്പയർ ചെയ്യണത് ലോകാരൂപി വെച്ചായിരിക്കും. ദൈവം കമ്പയർ ചെയ്യണത് ദൈവാരൂപി വെച്ചാണ്. അതാണ് കമ്പാരിസൻ്റെ വ്യത്യാസം. അതാണ് ഫിലിപ്പിയർ 2:3 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അടുത്തത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. പരസ്പരം കമ്പയർ ചെയ്യുന്നവർ വിഡ്ഢികളാണെന്നുണ്ട്. 2 കൊരിന്തോസ് 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ, പറഞ്ഞ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പരസ്പരം അളക്കുന്ന രീതിയുണ്ട്. പക്ഷെ അതിൻ്റെ മാനദണ്ഡം വേൾഡ് സ്പിരിറ്റാണ്. ദൈവം നമ്മൾ അളക്കും, അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപിയാണ്. വ്യത്യാസം അതാണ്. ദൈവം നമ്മൾ അളക്കും. നമ്മൾ അളക്കുന്നത് ആരുമായിട്ടാണ്? നമ്മളെക്കാൾ നമ്മൾ ഡീപ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ അളക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും. നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ്. കാര്യം ഇന്നലെ നിൻ്റെ പോയിൻറ്റ്സ് പോരെ, ഇന്ന് നിനക്ക് ടൈമാണൊരു പ്രോബ്ലം. ഇന്നലെ നിനക്ക് 10 പോയിൻ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് 11 പോയിൻ്റ് ഗ്രേസ് വേണം. അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ചയുണ്ടാകും. വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ കൗണ്ടിങ്. അതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ ദിവസവും നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ കൃപയാർജിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമ്മൾ ഇപ്പം എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് വിളമ്പി തരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉടമ്പടി വിഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മിനിമം സ്പീഡുണ്ട്. ക്ലിയർ അല്ലേ? ഇല്ലേ? രോഗികളെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മാസം അല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഈ രോഗികളെ പോയി കാണുന്നത് ഈ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും മതിയല്ലോ എന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കും. മനസ്സിലായി? പിന്നെ നിങ്ങൾ ദൈവത്തോട് സ്പീഡാകണമെന്ന് പറഞ്ഞൊരു കഥയില്ലല്ലോ. ഉടമ്പടി സ്പീഡിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടിയുടെ സ്പീഡെന്ന് പറയണത് നമുക്ക് സത്യം പറഞ്ഞാലേ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ലൈറ്റ് ടെക്കാൻ്റെ പേ റിക്വസ്റ്റ് തുടങ്ങിയില്ലേ?
2015 ഉടമ്പടിക്ക് മുമ്പേ അഗ്നി നക്ഷത്രം ഉദിച്ച പോലെ ഉദിച്ച സാധനമാണ് ലൈറ്റേക്ക് ആൻഡ് പെയർ റിക്വസ്റ്റ്. അന്ന് അമ്മ എന്നോട് പറഞ്ഞത്, ലൈറ്റേക്ക് ആൻഡ് പെയർ റിക്വസ്റ്റ് ഇന്ത്യയിൽ, ലോകത്തിൽ എവിടെ ഇരുന്ന് വേണ്ടും, ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നും കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തീർത്തെളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫോർമുല എനിക്ക് അതിൻ്റെ അകത്ത് അത്ഭുതം സംഭവിച്ചെന്ന് പറയണത്, കമ്പ്യൂട്ടറിനെക്കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ലാത്ത എനിക്കാണ് ആ ലിങ്ക് കിട്ടിയത്. ആരും എനിക്ക് തന്നതല്ല. ഞാനിങ്ങനെ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കി ഇരുന്ന സമയത്ത് ഓരോ സാധനം ഇങ്ങനെ ചെക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലിങ്ക് കിട്ടി. ലിങ്ക് കിട്ടിയ ഉടനെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പെട്ടെന്ന് എന്നെ ഫയർ ചെയ്ത് എന്നുവെച്ചാൽ പറഞ്ഞ്, ഈ ലിങ്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിക്കാൻ പറ്റും. അപ്പോൾ വേറെ ഒരു ലിങ്കായിരിക്കും കിട്ടിയത്. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ ഉടനെ എമർജൻസി ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് ലോകത്ത് എവിടെ ഇരുന്നും മാതാവിൻ്റെ മുമ്പിൽ അവിടെ സങ്കടം പറഞ്ഞ്, എല്ലാവർക്കും ആലപ്പുഴ വരാനും കൃപാസനത്തിൽ വരാൻ പറ്റത്തില്ല. ഒന്നാമത്തേലും മലയാളികൾ പകുതി മുക്കാൽ ഇപ്പോൾ പുറത്താണ്. അവരുടെ പള്ളിയുമില്ല, പട്ടക്കാരും ഇല്ലാത്ത ജീവിത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഫിൻലാൻഡിൽ വരെ മലയാളിയുണ്ട്, അവിടെ പള്ളിയില്ല. -60 അവിടെ മലയാളി ജീവിക്കണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, -60 ജീവിക്കണത് ഫിൻലാൻഡിലെ. അപ്പം അവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രെയർ ചെയ്യാനും അവർക്ക് വേണ്ടിയാണ് ഈ ലൈറ്റേക്കാൻ്റെ പെയർ റിക്വസ്റ്റ് അമ്മ തന്നത്. ഇപ്പം എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അതിനുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, അച്ഛ ഇങ്ങനെ ഏതെങ്കിലും ഫ്ലൂ കണ്ടെത്തിയിരുന്നുകൊണ്ട് ചുമ്മാ അവിടെ നിന്നുകൊണ്ടൊരു പെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന്. അന്ന് അമ്മ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ആധ്യാത്മിക ആസ്തി എന്നാണത് അതിലേക്ക് ഷെയർ പോണത്. എന്ന് വെച്ചാൽ 1986 മുതലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കഠിന പ്രവർത്തനങ്ങളാണ്, അല്ലാതെ കൊച്ചു പ്രവർത്തനങ്ങളൊന്നുമല്ല. കടലിൽ കൺവെൻഷൻ നടത്താൻ ആർക്ക് പറ്റുമെന്ന് ഇപ്പോഴത്തെ എനിക്ക് ചിന്തിച്ചൊരു, ഞാൻ ഈ കഴിഞ്ഞ മാസം കടലിൽ പോയായിരുന്നു വള്ളത്തിൽ. അപ്പോൾ എന്താ കടലിൽ കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത്, അത് 10 കൊല്ലം നടത്തി. ഈ വള്ളക്കാരെയും ബോട്ടുകാരെയൊക്കെ കടലിൽ പിടിച്ച് കൂട്ടിയിട്ട് അവിടെ നമ്മൾ ഓരോ കൊച്ചു വള്ളത്തെ പോയി അവിടെ കടലിലെ വള്ളങ്ങളെല്ലാം വെഞ്ചരിച്ച് വലിയ വള്ളത്തെ നമ്മൾ ഏണിയിട്ട് കയറി, അല്ലെങ്കിൽ അവിടെ നിന്ന് ടയർ കെട്ടിത്തരുന്നെങ്കിൽ ടയറെ പിടിച്ച് കയറി. അന്ന് ചെറുപ്പകാലമായിരുന്ന കാരണം അതൊക്കെ എനിക്ക് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അല്പം തെറ്റിയാൽ നമ്മൾ കടലിൽ വീണാൽ അത് അത് ഒന്നാമത്തെ ഈ കടലിലെ തിരകൾ ഡിസംബർ മാസം അത് ചെയ്യണത് 1 മീറ്റർ എപ്പോഴും ഇങ്ങനെ പൊങ്ങി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കയറുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ടയറിൻ്റെ എണ്ണം കൂട്ടി വരേണ്ടി വരും. നല്ല കാറ്റുമായിരിക്കും. എന്നാലും ഈ കാറ്റും കടലിലും കയറി അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാരെ കുമ്പസാരിപ്പിക്കും. അതിൻ്റെ അകത്ത് അന്ന് എന്താ വെച്ചാൽ എൻ്റെ തലയിൽ മുഴുവൻ അടിച്ച് കയറിയിരുന്ന സംഭവം, ഒരു മനുഷ്യൻ പോലും എല്ലാവരും വിശുദ്ധി ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്ത ജോലിയാണ്. പക്ഷെ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടി എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കത്തില്ല. ഇവിടെ കേരളത്തിലെ നവീകരണ ഫീൽഡ് എല്ലാം തളർന്നില്ലേ, എനിക്കറിയാൻ പാടില്ലേ. ഇപ്പോഴും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ആറ്റിനടിക്ക് നഷ്ടപ്പെട്ടതുപോലെ നിരന്തര സാക്ഷ്യം പറയാൻ കാര്യം ആസ്തിഭദ്രതയാണ്. നല്ല കാലത്ത് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ അതാണ് നിങ്ങൾക്ക് തന്നിരിക്കണത്. അതുകൊണ്ട് നിങ്ങളും അച്ഛനെപ്പോലെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഉടമ്പടി എടുത്ത് എന്നെ ആക്കാനും വേണ്ടി വെക്കാനും ചേക്കാൻ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കരുത്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ വലിയ ആനക്കാര്യം പണ്ട് ചെയ്തതെന്ന് പറയാനല്ല. നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യം വേഗത ഉണ്ടാകണം. വേഗത വെറുതെ ഉണ്ടാവത്തില്ല. അതെന്ത് ചെയ്യണം? വേഗത വേണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഗലാത്യർ 5:6 ടേക്ക് ഒന്നിട്ട് വായിച്ചോ. അത് ശ്രദ്ധിക്കട്ടെ. ഇത് മറന്നു പോകരുത്. ഗലാത്യ 5:6 ഇത് എന്റെ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോഴ് നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴേ അതിന് സ്പീഡ് ഉണ്ടാകണമെന്നതിൻ്റെ കാര്യം. സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്നേഹം കുറയുന്നുണ്ടെന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള വർക്ക്, ഇപ്പോൾ രോഗികളെ കാണുക, അല്ല തറവാട്ടിൽ പോയി. ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ഈ ഇടവക വികാരി ആയത് കാരണം കുടുംബങ്ങളിലാണല്ലോ ജീവിക്കണത്. ഇടവക വികാരിമാരെ എവിടെ ജീവിക്കണത്? മേടയിലൊന്നും അല്ല ജീവിക്കണത്. ഒരു മരിപ്പുണ്ടായാൽ തന്നെ ആ വീട്ടിൽ 3 പ്രാവശ്യം പോകും.
എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ആ സ്നേഹ സമൂഹത്തിൽ പോയി അവിടെ താമസിക്കും. അത് പറഞ്ഞു തീർക്കണവരെ അവിടെ താമസിക്കും. ഇങ്ങനെ 10-30 കൊല്ലം ഇടവക ജീവിച്ചപ്പോൾ ഇടവകയുടെ എല്ലാ അലകും പിടിയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു വിഷയമെന്ന് പറയണത്, നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുവെന്നല്ല പ്രശ്നം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ല. ഇപ്പോൾ തറവാട്ടിലൊക്കെ നമ്മൾ ഈ വീട് വെഞ്ചരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള നല്ല അപ്പന്മാരെയൊക്കെ അവർ കൊണ്ട് ചാർത്തിലാണ് പല വീട്ടിലും കിടത്തിയിരിക്കണത്. അവരൊന്നും മിണ്ടത്തില്ല, മിണ്ടിയിട്ട് കാര്യമില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള പോലും വെച്ചതുപോലും കിട്ടത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കുറേ പ്രേതം കണക്ക് മനുഷ്യർ ചാർത്തികളൊക്കെ. പണ്ട് ഇവർ അപ്പനാണെന്നാണ് പറയണത്. ഇവർ അപ്പനെന്ന് ഇപ്പോൾ വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല. പണ്ട് ഇവർ അപ്പൻ്റെ റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് പൈസയുമില്ല, ആരോഗ്യമില്ല, ചുമയും കൊരയും തൂറും മുള്ളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെ ഒതുക്കി സൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരാരും പ്രധാന മുറികളിലോ ഒന്നുമില്ല എവിടെയെങ്കിലും. അവർക്ക് ചാർത്തില വാരത്തിലൊക്കെയാണ്. അപ്പം ഞാൻ ഒടുക്കത്തെ തന്നെ കൊടുക്കുന്ന ചാർത്തിലും വാരത്തിലുമാണ്. അവരപ്പനാണ് അവൻ്റെ. എന്നാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പന്മാർ എത്ര മോശമായാലും പ്രധാന മുറി തന്നെ വൃത്തിയായിട്ട് ഉടുപ്പിച്ച് കിടത്തിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി കാലത്ത് ദൈവത്തിന് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും. ഈ പഞ്ചായത്ത് റോഡാണ് പല ആൾക്കാരും, അതിൻ്റെ മുഴുവൻ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുക. ദൈവത്തിന് വരാനുള്ളത് പല ആൾക്കാരും പഞ്ചായത്ത് റോഡിൽ കൂടിയാണ് വരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുണ്ടും കുഴിയുമാണ് മുഴുവനും. ഒടിഞ്ഞും മടങ്ങിയും മിക്കവാറും വണ്ടി പകുതി പഴക്കമാകും അതിലൂടെ പോയി കഴിയുമ്പോൾ. ദൈവം വരത്തില്ല. അതായത് ദൈവത്തിനൊരു ദേശീയപാത ഒരുക്കണം ഉടമ്പടിയോട് കൂടി. നിങ്ങളുടെ എല്ലാ നിലപാടുകൾ, സമീപനങ്ങൾ, അപ്പനോടും അമ്മയോടും രോഗികളോടുമുള്ള നിലപാടുകൾ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യമല്ല, എനിക്ക് അച്ഛനായപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് രോഗികൾക്ക് കുർബാന കൊടുക്കാനാണ്. കാര്യം വെച്ചാൽ ഞാൻ രോഗികൾക്ക് കുർബാന കൊടുത്ത് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിവർത്തി കാര്യം എനിക്ക് പെട്ടെന്ന് ഈ കഫമില്ലേ, കഫം തിളക്കണ രോഗികളുണ്ടല്ലോ, 5-6 കൊല്ലമൊക്കെ കിടപ്പ് രോഗികളില്ലേ. അപ്പോൾ അവിടെ കഫം ഇങ്ങനെ ഇരുന്ന് തിളക്കും, പഴയ കഫമാകും. അപ്പോൾ അവരുടെ വായിലല്ലേ കുർബാന കൊടുക്കേണ്ടത്. അപ്പോൾ അവരിങ്ങനെ കഫം ശ്വാസം എടുക്കുമ്പോൾ ഈ പഴയ പുകിട് കഫത്തിൻ്റെ മണം വന്ന് നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓക്കാനം വരികയും. അപ്പോൾ ഇത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പൗരോഹിത്യത്തിൻ്റെ ഷെയറാണത്. അത് ക്രിസ്തുവാണെന്ന് പറയാൻ ക്രിസ്തുവിനറിയാം. ഇത് മിക്കവാറും ജനങ്ങൾ ഓർഫണാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അറിയാവുന്ന കൊണ്ട് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന കാരണം ആരും അവോയ്ഡ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്, ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അതാണ് സംഭവം. ഞാൻ രോഗിയായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മത്തായി 25:36. മത്തായി 25:36. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതായത് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് അപ്പനല്ല ആരായാലും ഒരു രോഗി, അപരിചിതനായ രോഗിയായ പോലും അവോയ്ഡ് ചെയ്യപ്പെടരുത്. ഇത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണിത്. നമ്മൾ ഈശോയുടെ ദിവ്യത്വത്തിലേക്ക്, ലോകത്ത് കുറേ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങളില്ലേ, അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണതാണ്. ദൈവികമായ ആന്തരികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതനായ രോഗിയായ പോലും സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹ മനസ്സാണ്. കൈയ്യടിച്ച് കർത്താവിനെ അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വായിച്ചോളൂ. 2 കൊരിന്തോസ് 5:16. 2 കൊരിന്തോസ് 5:16. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ശ്രദ്ധിക്കട്ടെ. അതായത് എന്താ പറയണത്,
നമ്മൾ ഒരു സ്വാഭാവികമായ ആദ്യ ഘട്ടത്തിൽ ആൾക്കാരെ വീക്ഷിക്കുന്നത് മാനുഷികമായ കാഴ്ചപ്പാടിലാണ്. രോഗികളെ രോഗികളായിട്ടും ഓരോരോ നിൻ്റെ ജാതി അല്ലാത്തവരെ മറ്റു ജാതിക്കാരെ ആ ജാതിക്കാരായിട്ടും ഈ രീതി മാനുഷികമായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. പക്ഷെ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ മാനുഷിക വീക്ഷണം അസ്തമിക്കണം. മനസ്സിലായില്ലേ? വായിച്ചോളൂ. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതായത് ക്രിസ്തുവിനെ പോലും മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരു കാലത്ത് സാവൂള് അയാൾ പൗലോസ് ആകും മുമ്പുള്ള കാര്യമാണ് പറയണത്. അങ്ങനെ വീക്ഷിച്ചിരുന്ന് അതിനുള്ള സാധ്യതയുണ്ട്. ഈ വീക്ഷണം പരികർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, പരിവർത്തനം ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ ഒത്തിരിയേറെ പേര് ജോലി കർത്താവിന് വേണ്ടി ചെയ്യുന്നു, പക്ഷേ കാഴ്ചപ്പാട് നോക്കണം, കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടുത്തെ യുക്തിവാദികൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ടാണ് കാണുന്നത്. ഈശോയെ ദൈവമായിട്ട് കാണാത്ത എല്ലാ ആൾക്കാരും ദൈവവചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ട് കണ്ടാലുള്ള കുഴപ്പം വെച്ചാൽ ആ വചനത്തിൻ്റെ റിട്ടേൺസേ ഉണ്ടാകത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. മത്തായി 10:41. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് പ്രശ്നം. ഉടമ്പടി എടുത്താലും കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിൽ അനുഭവങ്ങൾ തളരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ദൈവമായി കാണാത്തുള്ള കാലം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ അഭിഷേകപൂരിതമാകാൻ വേണ്ടി ശിരസ്സിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു കൈ ശിരസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലത്ത് കരം എന്റെ പാവപ്പെട്ട ശിരസിൽ വെക്കണമേ. എന്റെ ആന്തരിക ബോധ്യങ്ങളിലെ നിന്റെ ദൈവികതയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതുവഴി അങ്ങയുടെ വചനത്തിന്റെ മുഴുവൻ ശക്തിയും അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കാഴ്ചപ്പാടുകളെ സ്നേഹത്താൽ വീക്ഷിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. എൻ്റെ മക്കളെ, ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാവോ? വളരെ ചുരുക്കമാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം വർത്തമാനമാകണം. എന്നുവെച്ചാൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ സ്നേഹം ഇന്നുണ്ടാകണം, ഇന്നുള്ളതിനേക്കാൾ സ്നേഹം നാളെ ഉണ്ടാകണം. സ്നേഹത്തിൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കത്തില്ല ഒരിക്കലും. സ്നേഹത്തിൽ വളർച്ചയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളർച്ച എന്നാണ്.
നമ്മുടെ വേഗത നിശ്ചയിക്കണത്, ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കണത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആക്ടിവേഷൻ ശക്തിപ്പെടും. നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടും. അതിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ എന്താ വെച്ചാൽ സന്തോഷമെന്നുള്ളത് സ്നേഹം പോലെ തന്നെ ഒരു സംഭവമാണ്. അത് സന്തോഷമെന്ന് പറയണത്, അത് സന്തോഷത്തോടെയാണ് ബാക്കിയെല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണത്. നിങ്ങൾക്ക് അയ്യോ ഇനി ഉറങ്ങണ സമയമാണല്ലേ, 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ അമ്മ പറയും, എടി ഉറങ്ങണ സമയത്ത് പോയി പത്രം കൊടുക്കാൻ പറ്റില്ല നിനക്ക്, ഞാൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് പറയും. അതാണ് സംഭവം. അപ്പോൾ നിനക്ക് സന്തോഷമില്ല, അവിടെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം സന്തോഷവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിനക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും, അല്ലെങ്കിൽ അളിഞ്ഞ മോന്ത ഉണ്ടാകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന അളിഞ്ഞ മോന്തയായിട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ലവ് ലെവല് താഴെയാണ്. പിന്നെ അക്കാനും വേണ്ടി ഒക്കാനിക്കുകയാണ്. ഏതായാലും ചെന്ന് തലവെച്ച് കൊടുത്തില്ല ഉടമ്പടിക്ക്, ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ല ചെയ്യാൻ, അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ മുണ്ണകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ അഭിപ്രായം. കാര്യം ഇല്ല, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. സാത്താൻ മാത്രമേ ദൈവത്തെ പരീക്ഷിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ വേഷം കെട്ടി വരേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സന്തോഷമില്ലാതെ ദൈവസ്നേഹമില്ലാതെ സുവിശേഷ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്നെ ക്രമീകരിക്കണമേ. എന്നെ തെറ്റിത്തിരുത്തിക്കൊണ്ട് പുതിയ അഭിഷേക തൈലത്താൽ എന്നെ ശക്തീകരിക്കണമേ. ക്രിസ്തുവിനെ നിധിയായിട്ട് കാണാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നേടിയ മറ്റു സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് ക്രിസ്തുവെന്നുള്ള ആന്തരികമായ ബോധ്യം വരാത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. മത്തായി സുവിശേഷം 13:44. Take the word of God. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:44. മത്തായി 13:44. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് വിഷയം. അതായത് സ്വർഗരാജ്യം എന്നുള്ള അതിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്രിസ്തു എന്ന് അവിടെ ചേർക്കേണ്ടത്. ഇപ്പോഴേ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെയാണെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ക്രിസ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധിയായിട്ട് നമുക്ക് തോന്നണം. എല്ലാം തുടങ്ങണം അവിടെ നിന്നാണ് കേട്ടോ. ക്രിസ്തുവിനെ നിങ്ങൾക്കൊരു നിധിയായിട്ട് തോന്നണം. പക്ഷേ എങ്ങനെ തോന്നണം? നിങ്ങളുടെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിധിയായിട്ട് തോന്നണം. അവിടെ മാത്രമേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിധിയായിട്ട് തോന്നണം. അപ്പോഴാണ് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ സമ്പത്തോ സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലേശിച്ചും സങ്കടപ്പെട്ടും ഒക്കെ മ്ലാനമായിട്ടേ കൊടുക്കത്തുള്ളൂ. അതാണ് വിഷയം വരുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ചെയ്യണം നോക്കണം. കാര്യം ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത്, ചെയ്യുന്ന പദ്ധതിയല്ലേ. അപ്പം ചെയ്യുന്ന പദ്ധതി ആണെങ്കിൽ പോലും ഇതെങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ്? അതായത് ക്രിസ്തുവിനെ നിങ്ങളെ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ നിധിയായിട്ട് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ IELTSനെയും വസ്തുവിൽപ്പനയും ജപ്തി രക്ഷപ്പെടുന്ന അവസ്ഥയും നിങ്ങളുടെ വിവാഹത്തെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് കണ്ടാൽ
മിക്കവാറും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ആൾക്കാർക്ക് വരുന്ന അപകടം അതാണ്. നിങ്ങൾക്ക് വരുന്ന പോരായ്മകൾ, മക്കളില്ല, വീടില്ല, ജോലിയില്ല, ജപ്തിയാണ്, ഇങ്ങനെയുള്ള വിടുതൽ ക്രിസ്തുവിനേക്കാളും ഉയർന്ന സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതാണ് നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ ഉള്ളിലെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനേക്കാൾ മേലായിട്ടാണ്. ഇപ്പോൾ 36 വർഷം, ഇപ്പം നിങ്ങൾക്കറിയാം, ഈ അൾത്താറ എന്ന് പറയുന്നത് 55 വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുന്ന അൾത്താറയാണ്. എത്ര സാക്ഷിയാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഈ അൾത്താറ 55 വയസ്സുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആകണ അൾത്താറയാണ്, ഒറ്റ പ്രാർത്ഥന കൊണ്ട്. അതൊക്കെ നമ്മൾ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിതൊക്കെ അറിയണത്. ഉടമ്പടിക്ക് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. കേരളം മുഴുവനും ഞാൻ ഏതാണ്ട് 107 കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം, ഇടുക്കി തൊട്ട് പുത്തൻതോപ്പ് വരെ 107 ജപമാല ധ്യാനം നടത്തിയിട്ടുള്ളത് 2002, 2004 കാലഘട്ടങ്ങളിൽ. അത്രയും തീക്ഷ്ണമായ കാലഘട്ടങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ തന്നെയും 365 ദിവസം ജപമാല 2003 തൊട്ട് 2004 നടക്കുമായിരുന്നു. രാത്രിയും പകലും ഇടതളവില്ലാതെ അളമുറിയാതെ ജപമാല നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച, ഒരിക്കലും പ്രാർത്ഥന ദൈവത്തെ നിൻ്റെ കൺമുമ്പേ കണ്ടിട്ടില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ഇനി ഉയരാനുണ്ട്, വളരാനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം അമലു ജനാർദ്ദൻ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, ഇടിവെട്ട് സാക്ഷി. നിങ്ങളെ സാക്ഷ്യം കേട്ടില്ലേ? നോക്കി നിൽക്കുമ്പോൾ ഈ സാധനങ്ങൾ ലക്ഷക്കണക്കിന് 1,10,000 ആൾക്കാർ ബി ചെയ്തത്. അവൾ ഇടിവെട്ടായിട്ട് പറയുന്നുണ്ട് സാധനം. അപ്പോൾ അവൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ക്രിസ്മസിന് വീട്ടിൽ പോയപ്പോൾ എൻ്റെ വാതിക്കൽ കൂടി കരോളുകാർ പോകണം. അപ്പം അവർ പാടുന്ന പാട്ട് എനിക്കറിയാവുന്ന പാട്ടാണ്. ഞാൻ അതിൻ്റെ കൂടെ പാടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ മത്താപ്പ് കത്തിക്കണം. ഞാൻ മത്താപ്പ് നോക്കിയപ്പോഴുണ്ട് അവിടെ അമ്മ, സ്വർഗാരൂപിതയെ അമ്മയെ കണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ എൻ്റെ മനസ്സിൻ്റെ ഹാലൂസിനേഷൻ ആയിരിക്കും. ആ കുട്ടി, അപ്പുറത്തെ വീട്ടിലെ കുട്ടി പിന്നെ ഒരു മത്താപ്പ്, ഒരു പൂക്കുറ്റി കൂടി കത്തിച്ച്, അത് ഞാൻ അതേ പൊസിഷനിലാണ് കത്തിച്ചത്. അപ്പം ഞാൻ നോക്കി, അമ്മ വീണ്ടും വന്നോ? ഇല്ല, അത് സാധാരണ പൂക്കുറ്റിയാണ്. അപ്പം ഞാൻ ആദ്യം അമ്മയെ കണ്ടല്ലോ, അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് ഞാൻ ധരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ട്. ഞാൻ ലീവും കഴിഞ്ഞ്, ക്രിസ്മസ് ലീവും കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു. കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു അത് അമ്മയാണോ കർത്താവാണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് അമ്മയും പോലെയും കർത്താവിനും പോലും ഇരിക്കണമുണ്ട്, എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു 3 ദിവസം അപ്പോഴുണ്ട് ഞാൻ മത്താപ്പിൽ പിരിഞ്ഞു നിന്ന ആ വെളുത്ത രൂപത്തെ തന്നെയാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അതെന്താ വെച്ചാൽ മക്കളെ, ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല, ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തുമില്ല. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വല്ല വട്ടം പിടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാന്ന് പറയും. പക്ഷേ പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കളുണ്ടായിരിക്കും. പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖ
സുഖമായിടും എൻ്റെ ഉള്ളം. മത്തായി 10:36. 10:36 മത്തായി സുവിശേഷം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ക്ലിയർ അല്ലേ? നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നില്ല കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക, നിൻ്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആൾ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും. പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോകരുത്, ബുദ്ധിയല്ലത്. അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. നിൻ്റെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരിലേക്ക് പോയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ കഴുത്തെ കയറാൻ ഈശോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത്. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോഴേ വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രലോഭനമോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴേ അവരെ തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത്. നിങ്ങൾ വിശ്വാസം ഉറച്ചു നിൽക്കണം. പക്ഷേ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസം ഉറച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന് തക്ക സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട. മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഗലാത്യർ 5:6 വെച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകണം. പല ആൾക്കാരുടെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേഗത വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേഗത വർദ്ധിക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്തോഷമുണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് 13:44 കണ്ടത്. അവൻ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നു. അപ്പോൾ വേഗത, സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഉടമ്പടി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിന് വേഗതയുണ്ടോ? അതിൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ? ദാറ്റ് യു ഡിസൈഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി പ്രവർത്തനങ്ങളിലെ വേഗതയോടെ, സന്തോഷത്തോടെ, സർവോപരി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. അതായത് 1 പത്രോസ് 4:11. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നിങ്ങൾ പ്രസംഗിക്കുന്നില്ല. നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സാക്ഷികളടങ്ങിയ പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രസംഗിക്കുന്നതിന് പകരമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും ചാതുര്യമില്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരണത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. വേദനപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമലു പറഞ്ഞത് എന്താ വെച്ചാൽ, അമല് പറഞ്ഞത് എന്നോട് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ
എന്നോട് കൃപാസനത്തിലെ പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. അപ്പം ചില ആൾക്കാരുടെ അനുഭവം അതാണ്, ചില ആൾക്കാരുടെ അനുഭവം അതാണ്. അതായത് നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചാൽ, സന്തോഷത്തോടെ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഇത് ആടമുതുകത്ത് വെച്ച് കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വല്ലവരും എന്നെ പറയുമോ, എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പമ്മിയാണ് പോകണമെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നീ സന്തോഷത്തോടെ ചെയ്യുന്നില്ല, നീ വേഗത്തോടെ ചെയ്യുന്നില്ല, നീ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ പണ്ട് പത്രപ്രേക്ഷിത പ്രവർത്തനം ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചാരിറ്റി മിഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റൽ മിഷൻ ഉണ്ടായിരുന്നു, ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത്. അഖണ്ഡജപമാല നടത്തിയിട്ടാണ്. കാര്യം അവർ ദൈവസ്നേഹം നിറഞ്ഞ സുവിശേഷ വേലയുടെ ചൈതന്യത്തോടെയാണ് അവർ ചെയ്യണത്. ഇപ്പം നിങ്ങളെന്ത് ചെയ്യണത്, ഉടമ്പടി എടുത്തു, അതിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, എന്നാൽ പിന്നെ ആരെങ്കിലും പെട്ടിക്കൊണ്ട് കെട്ടിവെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മൂഡിലാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ചിറക്ക് വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം ഇതിൻ്റെ സന്തോഷം ഉണ്ടാകണം, വേഗത ഉണ്ടാകണം, പിന്നെ എന്താണ് അതിനെ എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവസ്നേഹം ഉണ്ടാകണം. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ 3 വികാരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇതും കൂടെ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ന്യൂമറിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആയിപ്പോവും. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കലായിട്ട് ചെയ്താലും സംഖ്യാപരമായിട്ട് ചെയ്താലും, ഇപ്പം ഇന്ന ചെറിയ സംഖ്യാപരമായിട്ട് 10 പത്രം കൊടുത്ത് 15 പത്രം കൊടുത്ത് സംഖ്യ എണ്ണി പറയും, സംഖ്യാപരം ന്യൂമറിക്കലായിട്ട്. അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് ഇങ്ങനൊരു ആവശ്യം ഉടമ്പടിക്കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്യുന്നു സാങ്കേതികമായി. ഇങ്ങനെ 2 ചെയ്താൽ ഈ സംഭവം ഉടമ്പടി കത്തത്തില്ല. ഇത് കത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യേണ്ടി വരും, ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടി വരും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 പത്രോസ് 4:11 ഒന്ന് വായിച്ചേ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഇത് പ്രസംഗമാണല്ലോ നിങ്ങൾ ചെയ്യണത്. അത് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവല്ല. ജോസഫച്ചൻ പറഞ്ഞ് കൃപാസനത്തിൽ ചെന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്, വിജയിക്കത്തില്ല. ജോസഫച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് വിജയിക്കത്തില്ല. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, കർത്താവാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഒരു അപ്പോസ്തലന്മാരുടെയും കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ ധരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താണ്? ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കാണുന്നവരെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ശുശ്രൂഷിക്കാൻ പോകുന്നവരെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ശുശ്രൂഷിക്കുന്നവന് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 പത്രോസ് 4:11. 1 പത്രോസ് 4:11. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഇപ്പൊ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സാക്ഷ്യം ഈ സാക്ഷ്യം പറയുന്ന എല്ലാവരും അത് പറയുന്നുണ്ട്. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കിടപ്പ് രോഗികൾക്കും നിൽപ്പ് രോഗികൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഇപ്പോൾ തറവാട്ടിൽ പോയി പ്രായമുള്ളവരെ ചൊറിയൊക്കെ പിടിച്ച് കിടക്കുന്നവരെ കുളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണം എന്നല്ല പറയേണ്ടത്. ശുശ്രൂഷിക്കുന്നത് എന്ത് ചെയ്യണം? റീഡ് അഗൈൻ. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന് പറയുമ്പോഴേ അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ എന്താ കുറച്ച് ഒന്നാമത്തെ ഈ തറവാട്ടിൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കുളിപ്പിക്കാൻ പോകത്തില്ലേ? എന്തുകൊണ്ടാണ് പോകണത്? അവിടെ ആളില്ലാഞ്ഞിട്ടാണ്. ആളുണ്ട്, അവിടെ മരുമകളെ ഏതെങ്കിലും ഒരുത്തി ഉണ്ടാവുമല്ലോ. അവിടെ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൈ ഒഴിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും മക്കളായിട്ട് പെൺമക്കളായിട്ടുള്ളവരും അതുപോലെ ഒരു നാത്തൂന്മാരായിട്ടുള്ളവരും വീട്ടിൽ പോയി അത് ചെയ്യണത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കാൻ പോകണം? എന്താ, നിങ്ങൾ
അമ്മായിയപ്പനെ അല്ലെങ്കിൽ അപ്പാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ആ തറവാട്ടിൽ താമസിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഗെയിം കളിക്കായിരിക്കും കാണിച്ച് ചെയ്യണത് എന്ന് ചിന്തിക്കേ. അപ്പോൾ നിങ്ങൾ അവിടെ തന്തക്കം പിടിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇവൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്താ കാര്യം? മനസ്സിലായോ? അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, സിറ്റുവേഷൻ മനസ്സിലായ? നിങ്ങൾ ഈ തറവാട്ടിലെ രോഗികളെ, കിടപ്പ് രോഗികളെ കണ്ട് കഴുകാനും കുളിപ്പിക്കാനും ചെല്ലുമ്പോൾ അതവിടെ ചെയ്യേണ്ട ആൾക്കാർ അവിടെ നിന്നിട്ട് വീഡിയോ ഗെയിം കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ചെല്ലണം ഇഷ്ടമില്ല. കാര്യം എന്താണ്? അവരെ കൊച്ചാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചെല്ലണത്. തന്നെയല്ല, അവർ ചെയ്യണില്ലല്ലോ അത്. അപ്പോൾ രണ്ട് ശത്രുതയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടണം മേടിക്കാനുണ്ടാ, പക്ഷെ മേടിക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി നിങ്ങളെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചില്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാര്യം ശുശ്രൂഷയുടെ പിശാച്, എതിര് പിശാച് അവിടെ ഇരിപ്പുണ്ട്. അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവിടെ എതിര് പിശാച് അവിടെ ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു എന്ന് പറയണത് എന്താണ്? ക്രിസ്തുവിനെതിരെ വരുന്ന എല്ലാം അന്തിക്രിസ്തുവാണ്. ക്ലിയർ അല്ലേ? അവസാന കാലങ്ങൾ വരുന്ന കക്ഷിയല്ല. അതായത് ക്രിസ്തുവിൻ്റെ അരൂപിക്കെതിരെ വരുന്ന ആരായാലും അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു ലോകത്ത് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? ചിലപ്പോൾ നിന്റെ നാത്തൂനായിരിക്കും, ചിലപ്പോൾ നിൻ്റെ മരുമകളായിരിക്കും, അമ്മായിയമ്മയൊക്കെ അയൽവാസിയായിരിക്കും, പക്ഷേ കക്ഷി അന്തിക്രിസ്തു ആയിരിക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അന്തിക്രിസ്തു. ശ്രദ്ധിക്കട്ടെ. 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, പറഞ്ഞില്ലേ? വരാനിരിക്കുന്നു. എന്താ പറയണത്? എന്താ പറയുക? യേശുവിനെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ? ആ വീട്ടിലാണ് അപ്പാപ്പനുള്ളത്. അങ്ങനെക്ക് അയാൾക്ക് നടക്കാൻ പറ്റണില്ല, കിടപ്പാണ്. തൂറുമുള്ളും എല്ലാം കട്ടിലത്ത് തന്നെയാണ്. അതിനകത്തിൻ്റെ ചൂടുവെള്ളം നനച്ച് കുളിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ആളാണ് അവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തിക്രിസ്തു. കണ്ടില്ലേ? അപ്പം നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അവരുടെ അടുത്തേക്കാണ് ചെല്ലണത്. അപ്പോഴെന്താ ചെല്ലണത്? നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച പോലെ ശുശ്രൂഷിക്കണമെന്ന് പറയുന്നത്. നേരത്തെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഈടറവുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിടിച്ചിലുണ്ടാവും. എനിക്കെന്ത് കാര്യം? നമ്മളെന്താ പറയണത്? അപ്പൻ്റെ ഓഹരി തിന്നണത് അവളല്ലേ? പാറ്റാപ്പഴുക്ക് ഉണങ്ങണതാണ് എന്തിനാ? എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ. അവരാണ് എള്ള്, നമ്മൾ പാറ്റാപ്പഴുക്കല്ലേ. എന്തിനാണ് ഉണങ്ങണതെന്ന് ചോദിക്കും. മനസ്സിലായ? അപ്പം ഇങ്ങനെ ക്രിസ്തുവിനെതിരായിട്ടുള്ള അരൂപികൾ നമ്മുടെ പ്രവർത്തനം മണ്ഡലങ്ങളിൽ ഉള്ളത് കാരണം നമുക്ക് ശക്തി വേണം. അതുകൊണ്ടാണ് 1 പത്രോസ് 4:11 പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് പോയി ശുശ്രൂഷിക്കേണ്ടത്. കാര്യം എന്താണ്? ശക്തി കെടുത്താൻ വേണ്ടി അന്തിക്രിസ്തു അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, അന്തിക്രിസ്തു. 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തിക്രിസ്തു ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. എന്താ കാര്യം? അവളുടെ ഉത്തരവാദിത്വത്തിൽ ആ മനുഷ്യൻ്റെ ഓഹരി കൊണ്ടാണ് ഇവൾ ജീവിക്കണത്. അവളുടെ ഭർത്താവും മക്കളും ജീവിക്കണതെല്ലാം ആ മനുഷ്യൻ നേടിയെടുത്ത ഓഹരി കൊണ്ടാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ മേത്ത് വെള്ളം പോലും ഒഴിക്കത്തില്ല. അതാണ് ക്രിസ്തുവിൻ്റെ അരൂപിയില്ലാത്ത ആത്മാവ് അന്തിക്രിസ്തുവാണ് ഇപ്പം തന്നെ ഉണ്ടെന്ന്. അവരായിരിക്കും നിങ്ങളുടെ ശത്രു. അതുകൊണ്ട് അവരുടെ ശത്രുവിനെ അതിജീവിച്ചുകൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്കെന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് 1 പത്രോസ് 4:11 പറയണത്. അപ്പോൾ പ്രേക്ഷിത വേലെന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നിങ്ങൾ തന്നെ ശക്തീകരിക്കുകയും ദൈവത്തിന് ശക്തി ആർജിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഓപ്ഷനാണ്. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ വിളിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, അന്തിക്രിസ്തുക്കളുള്ള നാട്ടിലെ നിന്റെ സത്യനാമത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്ര അന്തിക്രിസ്തുവിൻ്റെ അവതാരങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് കുടുംബങ്ങളിലായാലും ആശുപത്രിയിലായാലും എല്ലായിടത്തും അന്തിക്രിസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാൻ പറ്റണത് എന്താണ്? മുറുമുറുപ്പുണ്ടാകും ഓരോ തരത്തിൽ. അങ്ങനെയുള്ള മുറുമുറുപ്പുണ്ടാകുമ്പോൾ
നിങ്ങളുടെ ചൈതന്യം നിങ്ങൾ കെടുത്തിക്കളയും. അത് ബൈബിൾ എന്താ പറയണത്? ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇങ്ങനെയുള്ള ആൾക്കാർ കൈ കൊടുക്കാൻ പോകരുത്, അതിൻ്റെ പേര് അവരുമായിട്ട് മുറുമുറുപ്പ് ഉണ്ടാക്കരുത്. ഫിലിപ്പിയർ 2:14-15 Take the word of God. ഫിലിപ്പിയർ 2:14 ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഈ കക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? മുറുമുറുപ്പുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും പറയും, ദേ പിശാച് വന്നിട്ടുണ്ടെന്ന് അവർ പറയും. നമ്മളെ കാണുമ്പോൾ നമ്മൾ പഠിക്കേട്ട് നമ്മുടെ നിഴൽ കാണുമ്പോൾ തന്നെ പിശാച് ഇറങ്ങിയിട്ടുണ്ടോ, എന്ത് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും. അവർ നമ്മൾ വിളിക്കും. അപ്പോൾ തന്നെ അപ്പോൾ പിന്നെ നിങ്ങളും എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജാമ്യത്തിലെടുക്കണത് ബൈബിള്. നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഈ കൃപ പോകും. അതുകൊണ്ട് ഫിലിപ്പിയർ 2:14 ഒന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. എന്താ തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്യേണ്ട ജോലിയല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത്. ആ വീട്ടിലെ ഈ കിടപ്പ് രോഗിയുടെ ആസ്തി മുഴുവനും കൈകാര്യം ചെയ്യണത് എന്താണ്? അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തർക്കം ഉണ്ടാകും. അവരല്ലേ ഇത് കൈകാര്യം ചെയ്യണത്, നമുക്കെന്ത് കാര്യമൊക്കെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നും. നാട്ടുകാരെ കുളിപ്പിച്ചാൽ ഈ പണ്ടാരത്ത് കുളിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറയും. അതാണ് തർക്കം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവിക മാനുഷികമായിട്ട് ഇങ്ങനെ തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിങ്ങൾ വചനം ജാമ്യത്തിലെടുക്കുന്നത്. എന്താ പറയണത്? ഫിലിപ്പിയർ 2:14 ഇതൊന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞേ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ മധ്യയാണ് ഇവര് പറഞ്ഞ ഇവര് ഇരുട്ടാണെന്നാണ് മജയം പറയണത്. ഈ ടൈപ്പ് പാർട്ടിക്കാർ ബേസിക്കായിട്ട് എന്താണ്? ഇരുട്ടാണ്. ഇവരുടെ മധ്യ നമ്മളെന്താണ്? മറ്റൊരു ഇരുട്ടായിട്ട് മാറരുത്. നിങ്ങൾ മത്സരമായിട്ട് പോയി കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ ഇരുട്ടായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അവിടെ മധ്യ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചമായി മാറണം. കൈയിട്ടിച്ച് കർത്താവേ നന്ദി പറയുന്നു. പ്രവൃത്തികളുടെ വെളിച്ചമായി ഞങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ പ്രകാശിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ടോക്ക് കേട്ടായിരുന്നു. വൈദികരെക്കുറിച്ച് പറഞ്ഞ ഒരു ടോക്കാണ് കേട്ടത്. അപ്പം അത് വലിയ ആഘോഷമായിട്ട് കെട്ടിയെഴുന്നള്ളിച്ചാണ് ആ പറഞ്ഞ കക്ഷി പറഞ്ഞത്. വൈദികൻ ബേസിക്കായിട്ട് ഒരു മനുഷ്യനായിരിക്കണമെന്ന്. എന്തൊരു മണ്ണാങ്കട്ട വർത്താനാണ് പറഞ്ഞിരിക്കണത്. പിണ്ണാക്കാണ്. എന്താ സംഭവിച്ചിട്ടുണ്ട്? ഒരു വൈദികൻ എന്നല്ല, ഒരു വിശ്വാസി ബേസിക്കായിട്ട് ക്രിസ്തു ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ക്രിസ്തു ആകുന്നത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ അന്തിക്രിസ്തുക്കളുടെ മുമ്പിൽ, ഇരുട്ടിൻ്റെ മുമ്പിൽ വെളിച്ചമായി പ്രഘോഷിക്കുമ്പോൾ യു വിൽ ബി എ ക്രൈസ്റ്റ്. ഉടമ്പടി നിങ്ങളെ ക്രിസ്തുവാക്കും. കൈയിടിച്ച് കർത്താവ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ നിങ്ങളെ ദൈവം ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയണം, 90 ദിവസത്തിലൂടെ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണിത്. പണ്ട് ഒരു ധ്യാനം കൂടുമ്പോൾ എത്രയോ കാലം കാത്തിരിക്കണം ഒരു മനുഷ്യൻ ചേഞ്ച് ചെയ്ത് സൽപ്രവർത്തികളിലേക്ക് വരണമെങ്കിൽ. പ്രാരംഭ ധ്യാനം, വളർച്ചാധ്യാനം, ആന്തരിക സൗഖ്യധ്യാനം, പ്രാർത്ഥന അനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും എത്തണത്. ഇങ്ങനെയല്ല. ഇന്ന് സത്യസന്ധമായിട്ട് 90 ദിവസം ഉടമ്പടിയുടെ ആധ്യാത്മികമായ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി പോരാടുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്ന ഇരുട്ടിനെതിരെ
ക്രിസ്തുവാകുന്ന പ്രകാശവാഹകനായിട്ട് നീ മാറുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. വിവേകമേകണമേ, വിജ്ഞാനദായകനേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ. വിവേകമേകണമേ, വിജ്ഞാനദായകനേ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് സന്തോഷത്തോടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കർത്താവ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി പറയണം. നിങ്ങളുടെ ആന്തരികതയെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ, ആരാധന, ഞങ്ങളുടെ വചനത്താൽ ധന്യരാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഞങ്ങളെ വിശദീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരായാലും ശരി, ഈ ധ്യാനം സാധാരണ കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് 2.5 ആൾക്കാരാണ് നമുക്കൊരാഴ്ചയിൽ ഈ ധ്യാനം കൂടുന്നത്. അവരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിൽ ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇപ്പോഴേ വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ്. കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഉദരരോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബ്ലീഡിങ് മാറാത്തവരെ, പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവരെ, കുടലിൽ കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, സാധാരണഗതിയിൽ ഈ ട്യൂബിൽ പ്രഗ്നൻസി ആകുന്നവർ, അതുപോലെ ഗർഭപാത്രം ഇടിവ് തട്ടിയവർ, അങ്ങനെ എല്ലാവരെയും, അരിസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മഴ പോലെ തന്നെ തിരുരക്തം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കൈകളിൽ കർത്താവേ നിന്റെ വിശുദ്ധ തൈലം പുരട്ടണമേ. നിന്റെ തിരുമുറുമാർന്ന വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദിവശക്തിയാൽ നിന്റെ മാരക രോഗങ്ങൾ, തീരാവേദികൾ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ ഈ നിമിഷം യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്തിൽ കൈവച്ചുകൊണ്ട് വേണം വിശ്വാസപ്രമാണം ചെല്ലാൻ. ഇപ്പോൾ കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. കിഡ്നി സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന് ഇതിനെ അഡ്വാൻസ് ചെയ്യാതെ നിങ്ങളെ കിഡ്നി രോഗത്തെയും ക്രിയാറ്റിനെയും അഡ്രസ്സ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിയും.
അതുകൊണ്ട് സന്തോഷമായിരിക്കണം. അത് നിങ്ങൾ അത് തന്നെ കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവേലിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. മക്കൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും രോഗികൾ, നിങ്ങളുടെ രോഗികളല്ലെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും മാതാവിൻ്റെ തിരുസ്ഥനെ അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ രോഗസ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ നടുവ് രോഗികളെയും കിഡ്നി രോഗികളെയും കരരോഗികളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും കരൾ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്നെയുള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്നെയുള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ശിരസിൻ്റെ വേദന, തലയിൽ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ സ്ട്രോക്കുള്ളവർ, നിങ്ങൾക്ക് സ്ട്രോക്ക് ഇല്ലെങ്കിലും സ്ട്രോക്കുള്ളവർ വീട്ടിലുണ്ട്. ഇവിടെ മൊബൈലും കൊണ്ടുവരെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തിട്ട് നിങ്ങളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കണം. ENT ആയിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവ തൊണ്ടയ്ക്ക് മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, സ്പോണ്ടിലോസിസ് രോഗങ്ങളുള്ളവർ കഴുത്തിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിന് വാൽവിന് ശേഷിക്കുറവുള്ളവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, തലയ്ക്ക് സ്ട്രോക്കുള്ളവർ എല്ലാം ഈ സമയത്ത് തൊട്ട് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിയോ സ്തുതിച്ചോ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായെ ഒന്നും അസാധ്യമില്ലാത്തവനെ, കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസകോശ പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്കുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികളെ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മക്കൾക്ക് തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവസത്യ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, പാൻക്രിയാസ് രോഗികള്, ഷുഗർ രോഗികള്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അവന് വാതരോഗികൾ, എപ്പിലിപ്സി രോഗികൾ, ഫിക്സ് വരുന്നവർ, ഓട്ടിസം രോഗികൾ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സർവാംഗം കൈകൾ വെച്ച്, കൈകൾ പിണച്ച് ഹോൾ ബോഡി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. I command you in the name of Jesus Christ to be healed. എല്ലാ രോഗികളും
രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. എൻ്റെ മക്കളെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിലും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും തടസ്സങ്ങൾ ദോഷങ്ങൾ കിടക്കുന്നവരുടെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിലെല്ലാ വിഷയവും പെടും. നിങ്ങൾക്കറിയാം, മാതാവ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും പെടുന്നുണ്ട്. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. എല്ലാം അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തവർ, ജോലി തടസ്സം കിടക്കുന്നവർ, വിസ ലഭിക്കാത്തവർ, ഓഫർ ലെറ്റർ പോലും ലഭിക്കാത്തവർ, ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക് അക്കോമഡേഷൻ കിട്ടാത്തവർ, ഓഫർ ലെറ്റർ ലഭിച്ചവർക്ക് പരീക്ഷ പാസ്സാകാത്തവർ, പല പ്രാവശ്യവും തോറ്റുപോയവർ, IELTS, MOH, ഹാദ്, OET, അതുപോലെയുള്ള PT എക്സാംസ്, പ്രൊഫഷണൽ എക്സാം, മത്സര പരീക്ഷകൾ, PSC, അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളെയും അവിടെ അനുകൂലമായ റിസൾട്ടിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ, അവരെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, മരിയൻ അറ്റാച്ച്മെൻ്റ് എന്നും പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. അതാണ് ജപ്തി നടപടിക്കെതിരെ ഉള്ളത്. നിങ്ങളുടെ പുരയിടം, വസ്തുവകൾ, സാവരജംഗ വസ്തുക്കൾ അമ്മയുടെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണ പ്രാർത്ഥനയാണ് മരിയൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ജപ്തിക്കാർ വരുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ഇനിയുള്ള കാലങ്ങൾ ഇതുപോലെ നരകം പിടിച്ചൊരു കാലമാണെന്ന് കോവിഡിന് മുമ്പ് തന്നെ അമ്മ സൂചന നൽകിയായിരുന്നു. എത്രയോ മുമ്പേ നമ്മളോട് പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന്. ദുരന്തം വന്നിട്ട് അഭയാർത്ഥികളെപ്പോലെ വീടും കൂടും വിറ്റ് ജനങ്ങൾ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് തോന്നുന്നത് ജോലി തേടിപ്പോവുകയാണെന്ന്. അവിടെ പോകുന്നവർക്കെല്ലാം സുഖമാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. അവരോട് ചോദിക്കണ വിഷയം അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം ജീവിച്ച നാടും വിട്ട് നഷ്ടപ്പെട്ടു. അവിടെ തന്നെയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവർ കാലാവസ്ഥയോട് വരെ പൊരുതേണ്ട ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വേദനിക്കുന്ന, ഓരോരോ രാജ്യങ്ങളിൽ വേദനിക്കുന്ന നമ്മൾ മക്കളുണ്ട്. അവർക്ക് വാടക വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നവർ, വീട് കിട്ടാത്തവർ, വീട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവരെല്ലാവരും ഇപ്പം നമ്മൾ ഓർക്കുകയാണ്. നാട്ടിൽ തന്നെ വീടില്ലാത്ത എത്രയോ പേരാണ് ഓരോ ദിവസം കൃപാസനത്തിൽ വരണത്. അപ്പോൾ ഞാൻ ചോദിക്കും സ്ഥലമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ സ്ഥലമില്ലെന്നും അവർ പറയും. 10-18 വർഷമായിട്ട് വീട് സ്ഥലവുമില്ലാതെ ഈ രാജ്യത്ത് താമസിക്കണവർ. അപ്പം അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് അവർ ജീവിക്കണത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോഴും താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ. അപ്പം നമ്മളവർക്ക് അവിടെ ആൾക്കാരൊക്കെ വിട്ടു പോകാൻ പോവുകയാണ്, ഇവരുടെ സ്വാർത്ഥതയ്ക്ക് പോകാൻ പോകും. അങ്ങനെയല്ല, അവർക്കവിടെ ജീവിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. അവർക്കൊരു സമാധാനമില്ല അവിടെ താമസിച്ചിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്താ വന്ന് പറയണമെങ്കിൽ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ അവരുടെ നിന്ന് മാറാനുള്ള എൻ്റെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ആ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അവരെ സഹായിക്കും. ചിലരോട് പറയും മക്കൾ മാറണ്ട, ഈ സാഹചര്യം ഇപ്പോൾ മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും, ഇത്തിരി വെയിറ്റ് ചെയ്യാൻ പറയും. മാറണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞവരോട് ഞാൻ പറയും മാറാൻ ഉടനെ അമ്മ സഹായിക്കും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആവശ്യമാണ്, മനുഷ്യന്മാരുടെ ആവശ്യമാണ്. സ്ഥലവും സമയവും ഒക്കെ ദൈവത്തിൻ്റെതല്ലേ. ഇപ്പോൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ടത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പം പിന്നെ ജീവിക്കുന്ന ഇടക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരെ പിടിക്കാതെ മനുഷ്യത്വമില്ലാതെയും സ്നേഹമില്ലാതെയും മാറുന്നവരുണ്ട്. അവിടെ കൂടെ ദൈവം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറണം. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ ജീവിപ്പിക്കാത്ത പാർട്ടി ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ പണിയായിരിക്കും. അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം, മനസ്സിൽ ചിന്തിക്കണം. ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഫോർമാറ്റായിട്ട് നിങ്ങൾ റീഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ജോലി, വീട്, വിവാഹം, മക്കളുടെ പഠനം,
അങ്ങനെയുള്ള എല്ലാ വിഷയവും, സാമ്പത്തികമായ കടങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, അവരെല്ലാവരും കണ്ണീരോടെ കൈയുയർത്തിക്കൊണ്ട് കർത്താവ് തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥത ഈശോയോട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ഇവിടെ കൈ ഉയർത്തുന്നവർ, ഓൺലൈൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും നായി കൈവിട്ട് കളയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുന്ന അത്ഭുതകരം മക്കൾ പാർക്കുന്ന ഇടങ്ങളിലും താമസിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എവിടെയാണ് മക്കൾക്ക് ഓരോ തരത്തിലുള്ള പ്രയാസവും പ്രാരാബ്ദവും അനുഭവിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ അമ്മയുടെ മാധ്യസ്ഥത്തെ സകല പുണ്യാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരന്തങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് വിട്ടുമാറട്ടെ. ശ്രുതിക്കട്ടെ. വിടുതലിനാത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മുട്ടതിക്ക് സമാപനാശീർവാദം. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന, ഇപ്പോൾ നമ്മളെ പ്രത്യേകമായിട്ട് അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ ആവേ